ഒരു കളവ് പറയും, എല്ലാവരുടെ പേരിലും പറയും. ഇവിടെ വന്ന മൗലവി ഏറ്റവും കൂടുതലായി അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് എന്നെ സംബന്ധിച്ച് കളവുകൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു. നമുക്കതിന് വിരോധമില്ല. കളവ് പറയൽ മത്സരം നടത്തി സോപ്പിന്റെ പെട്ടി സമ്മാനം വാങ്ങിയത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് വാങ്ങിയത് മുജാഹിദിന്റെ മൗലവിമാരാണ്. അവരെ അങ്ങനെ തന്നെ പഠിപ്പിച്ച് വിട്ടതാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമല്ല. പക്ഷേ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, അദ്ദേഹം പറഞ്ഞ 100 കണക്കിന് കളവുകൾ ഞാൻ മുമ്പെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. സെലഫിയുടെ നുണച്ചാക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു CD ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും സെലഫിയുടെ നുണകൾ, പ്രമാണങ്ങൾക്കെതിരെ നുണകൾ എന്ന് പറഞ്ഞ് CD ഇറക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ നുണയാണ് എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിച്ച ഒരൊറ്റ വിഷയം നുണയല്ലാന്ന് തെളിയിക്കാൻ മൗലവിക്ക് കഴിഞ്ഞിട്ടില്ല. മൗലവിയോട്ട് തൊട്ടിട്ടുമില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ എടുത്തു പറയുന്നില്ല. എന്നാൽ മൗലവി ഇപ്രാവശ്യം വന്നിട്ട് പുതിയ നുണ പറഞ്ഞു. പഴയത് ചിലതൊക്കെ ആവർത്തിക്കുകയും ചെയ്തു. അതിലിപ്പോൾ പുതിയൊരു നുണ പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം. സലഫീനി നാദാപുരത്ത് ചവിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടും ആ നിലക്ക് ഇവിടെ നിന്ന് ആകെ പ്രശ്നമാണ് എന്നൊക്കെ രാജ്യമൊട്ടാകെ പ്രചരിപ്പിച്ചിട്ടും ഇതിങ്ങനെ നാൾക്ക് നാളിങ്ങനെ ശക്തമായി തന്നെ മുന്നേറുന്നത് കാണുമ്പോൾ ആ വിഷമം ഇങ്ങനെ പറയാ. എന്റെ ഇതുവരെ നടന്ന പ്രസംഗങ്ങൾ, അത് ഇവിടെ നടന്നതാണെങ്കിലും ശരി, ഇനി സെലഫിന്റെ നാട്ടിൽ പോയി തന്നെ പ്രസംഗിച്ച പ്രസംഗമാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു പ്രസംഗത്തിന്റെ CD-യിൽ നിന്ന് സെലഫി നാദാപുരത്തിന് ചവിട്ടൂല എന്ന് ഞാൻ പറഞ്ഞ വാചകം അടുത്ത വരവിൽ വരുന്നെങ്കിൽ, അത് 10 മാസം കഴിഞ്ഞിട്ട് അയാൾ തിരക്കില്ല, വരുന്നെങ്കിൽ അപ്പോൾ മൗലവി കേൾപ്പിക്കണം. തൽക്കാലം മൂത്തൂബി ഗൈളിക്കും അർത്ഥം പേരോടെന്നറിയാലോ, ഞാൻ പറയുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഉഷാറായിട്ട് വരികയാണ്. അവരുടെ പേരോടിനോട് പറയാനുള്ളത് മൂത്തൂബി ഗൈളിക്കും, എന്റെ അർത്ഥം പേരോടിനറിയാലോ. കാരണം മൂപ്പർക്ക് അറബി അറിഞ്ഞൂടാന്ന് നമ്മക്കറിയാം. സുബ്ഹാനല്ലാഹ്, മൂപ്പർക്കൊരു പൂതി ഞാനൊന്ന് മരിച്ചിട്ട് കാണണോ. അങ്ങനെ മരിച്ചാൽ ശരിയാവോ? നിങ്ങളൊക്കെ കെട്ടേണ്ട സ്ഥലത്ത് കെട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്തും മരിക്കുന്ന സമയത്തും മരിക്കും. ഞാൻ പെട്ടെന്ന് മരിച്ചിട്ട് മൂപ്പർക്ക് ശരിയാക്കാന്ന, അത് നടക്കുന്ന കാര്യമല്ല. അതേ സമയത്ത് എന്നെ സംബന്ധിച്ച് പറഞ്ഞ കളവ് സെൽഫി നാദാപുരത്ത് ചവിട്ടൂല എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നോ? എന്തിന് ശുദ്ധമായ കളവ് പറയണം? ഇനി എന്നെപ്പറ്റി കളവ് പറയലൊരു വിഷയമാണോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി കളവ് പറയുന്നത് നിങ്ങളുടെ മുഖപത്രമായ അൽമനാറിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശ്രീ ശങ്കരാചാര്യരുടെ ആളാണെന്ന് പറഞ്ഞിട്ടില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് എതിരെയുള്ള ഖണ്ഡന പ്രസംഗത്തിൽ കേൾപ്പിച്ചിട്ടില്ലേ? ആ അൽമനാർ വായിച്ചിട്ടില്ലേ? അതിനെ സംബന്ധിച്ച് ഇന്ന് വരെ നിങ്ങൾ വല്ലതും പറഞ്ഞോ? അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താൽ മോനെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി അവർ തള്ളുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം കേൾപ്പിക്കുന്നു, തള്ളിയത് ഞാൻ പിന്നെ വായിക്കുന്നു. വെച്ചു കൊടുത്താലേ. നിങ്ങൾ പറയുന്നില്ലേ മുജാഹിദുകൾ അതാ ശൈഖ് ജീലാനിയെ കുറ്റപ്പെടുത്തുകയാണെന്ന്? അല്ല, ഞങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല. ജീലാനിയുടെ പേരിൽ അപരാധങ്ങൾ കെട്ടിച്ചമച്ചവരെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ കേൾക്കണോ, മുജാഹിദിന്റെ അൽമനാറാണിത്. 1980 ജൂലൈ. നിഷേധിക്കാൻ കഴിയോ മൗലവിമാരെ? നിങ്ങൾ എന്താണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ അൽമനാറിൽ പറഞ്ഞ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കുകയും ചെയ്യാം. കേട്ടോളൂ. ലോകത്തുള്ള സകല വിജ്ഞാനങ്ങളും കലകളും ബഗ്ദാദിലേക്ക് ഒഴുകുന്ന കാലമായിരുന്നു അത്. ഇന്ത്യയിൽ നിന്നും പല വിജ്ഞാനങ്ങളും തത്വശാസ്ത്രങ്ങളും അക്കൂട്ടത്തിൽ ഒലിച്ചു വന്നതിൽ വഹദത്തുൽ വജൂദ്, അദ്വൈതം, ശൈഖ് അബ്ദുൽ ഖാദിറിനെ വല്ലാതെ ആകർഷിച്ചു. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ. വഹദത്തുൽ വജൂദിന്റെ ചെറിയൊരു നിർവചനം മേൽക്കൊടുത്തതിൽ നിന്ന് ലഭിക്കും. ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാണ്,
ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയാണ്. സഹോദരന്മാരെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശ്രീ ശങ്കരാചാര്യരുടെ ആളാണെന്നും യാതൊന്നു കാണുവതു നാരായണ പ്രതിമ എന്ന വിശ്വാസക്കാരനായിരുന്നുവെന്നും മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ പറഞ്ഞത് സ്ക്രീനിൽ വെച്ച് ഞാൻ കേൾപ്പിച്ചു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് നിങ്ങൾ കേട്ടത്. ഇതെന്റെ ഖണ്ഡന പ്രസംഗത്തിന്റെ സീഡികളിൽ ഒന്നാണ് സലഫിക്കെതിരെയുള്ള. ഇന്ന് വരെ സലഫി അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെക്കുറിച്ച് മാത്രമല്ല ഇവർ കള്ളം പറയുന്നത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുഹീദ്ദീൻ ശൈഖ് അതാ ശ്രീ ശങ്കരാചാര്യരുടെ ആളാണെന്ന കാഫറാണെന്ന നിലക്ക് വരെ വ്യക്തമായി ഇവർ പ്രചരിപ്പിക്കുകയാണ് ലോകത്ത് ചെയ്തത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ, ആ സഹാബികളെ പറ്റി ഇവർ കള്ളം പറയുന്നത് അവരുടെ മുഖപത്രമായ അൽമനാറിൽ എഴുതിയ കളവ് ഞാൻ എടുത്ത് കാണിച്ചു, കേൾപ്പിച്ചു. ആ സലഫി മിണ്ടിയില്ല. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുമോ? എന്നിട്ട് വീണ്ടും സഹാബികളെ പറ്റി പറയാണ്. രണ്ട് കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഇസ്ലാമിന്റെ ആരംഭ ദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ ഉസ്മാൻ അവറുകളുടെ കാലം മുതൽക്കാണ് സർവപ്രചാരം സിദ്ധിച്ചത്. രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ ഇത്തരം കഥാപ്രാസംഗികന്മാരെ പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരു ആയുധം കൂടിയാക്കി. അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു. സഹാബികൾ ചെയ്ത പണിയാ പറയുന്നത്. തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. സഹാബിയാണ്. തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം ജനങ്ങൾക്ക് ഉപദേശം നൽകട്ടെ എന്ന് ഉമറിനോട് സമ്മതം ചോദിച്ചു. ഉമർ അനുവദിച്ചില്ല. അങ്ങനെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ഉമർ പുറപ്പെടുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച പ്രസംഗിക്കുവാൻ അനുവാദം നൽകി. ഉസ്മാന്റെ കാലത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം പ്രസംഗിക്കുന്നതിന് അനുമതി കൊടുത്തു. പള്ളിയിൽ നിന്ന് കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ അനുമതി കൊടുത്തു ഉമറുൽ ഖത്താബ്. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 2 തവണ ആഴ്ചയിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് കെട്ടുകഥ സഹാബികൾ പ്രചരിപ്പിച്ചു. അലി ഇബ്നു അബീ താലിബ് അവരെ ആട്ടി ഓടിച്ചു. ഇത് പറഞ്ഞിട്ട് ഇനിയും കേട്ടോളൂ, ലോകത്തുള്ള എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളെയും തള്ളാൻ വേണ്ടി പറയുന്ന വാചകം കേട്ടോളൂ. എന്നാൽ മൂന്നാമത്തെ ദേഹമായ കഅബുൽ അഹ്ബാറിൽ നിന്നാണ് ഇസ്രായേലി കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഹസ്രത്ത് ഇബ്നു അബ്ബാസും മുഹദ്ദിസുകളിൽ 1-ാം സ്ഥാനം അർഹിക്കുന്ന ഹസ്രത്ത് അബൂ ഹുറൈറയുമാണ് കഅബിൽ നിന്ന് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തതെന്ന് വരുമ്പോൾ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ ഇബ്നു അബ്ബാസും ഹദീസ് പണ്ഡിതനായ സഹാബിയായ അബൂ ഹുറൈറയും കഅബിന്റെ റിപ്പോർട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ ഈ സഹാബികളാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് കേട്ടോളൂ. അബ്ദുല്ലാഹി ഇബ്നു സലാമിനാലും വളരെയധികം ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുവാൻ ഇടയായിട്ടുണ്ട്. സാധാരണ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ലോകോൽപത്തിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ വകയാണ്. അള്ളാഹു ഞായറാഴ്ചയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് എന്ന് തുടങ്ങുന്ന ഹദീസ് വളരെയേറെ തഫ്സീറുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഈ 4 പേരെ മാത്രം ഇവിടെ ഉദാഹരണത്തിന് കാണിച്ചതാണ്. സഹാബികൾ കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1959 ഒക്ടോബർ 5-ാം തീയതിയിൽ രേഖപ്പെടുത്തുന്നു. സഹാബികളെ കള്ളന്മാരാക്കി ചിത്രീകരിച്ച ഈ മുജാഹിദുകളാ പറയുന്നത് ഞങ്ങൾ ഔലിയാക്കളെ തള്ളുന്നു എന്ന് പറയുന്നത് വെറുതെ കളവാണെന്ന് പച്ചക്കള്ളം മൗലൈമാരി കുടുങ്ങിയിട്ട് പറയുകയാണ്. സഹോദരന്മാരെ, സഹാബികളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികൾ പരിശുദ്ധ ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചുവെന്നാണ് മുജാഹിദിന്റെ അൽമനാറിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിത് എടുത്തുദ്ധരിച്ചിട്ട്
ഒന്നുകിൽ ഞങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഇതുവരെയും സലഫി അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, സഹാബികളെ കുറിച്ച് ഈ രൂപത്തിൽ കള്ളം പറയുന്ന ഈ കക്ഷികൾ പേരോടിനെ കുറിച്ച് കള്ളം പറയുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കി കള്ളം പറഞ്ഞ കക്ഷികൾക്ക് എന്നെ കുറിച്ച് പറയലൊരു പ്രശ്നമാണോ? ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് നാദാപുരത്ത് വെച്ച് തന്നെ ഞാൻ പ്രസംഗിച്ച പ്രസംഗമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇവിടുന്ന് സലഫി കള്ളം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് കള്ളം പറഞ്ഞു. അത് ഞാൻ പലപ്പോഴും എന്റെ വേദിയിൽ എടുത്തിട്ട് ഞാൻ പലപ്പോഴും ചോദിച്ചു, അങ്ങനെ ഹദീസ് ഉണ്ടോ, റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കാണിക്കൂ. എന്താ വിഷയം? മൗലവി പറഞ്ഞു, സ്ത്രീകളോട് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം മറക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മറക്കണം എന്നാ പറഞ്ഞത് എന്ന് മൗലവി പ്രസംഗിച്ചു. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞായിട്ടൊരു ഹദീസ് ഉണ്ടോ? മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മറക്കണം എന്ന് പറഞ്ഞായിട്ട് ഹദീസ് ഉണ്ടോ? അത് അദ്ദേഹം ദുബായിൽ ഈദ്ഗാഹ് എന്ന് പ്രസംഗിച്ച പ്രസംഗം എടുത്തു കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. മൗലവി ആ ഭാഗത്തേ വരുന്നില്ല, അതിനെപ്പറ്റി മിണ്ടുന്നില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി മൗലവി കളവ് പറഞ്ഞു, ഞാൻ പിടിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അതൊന്ന് വെച്ചു കൊടുത്താ മോനെ, ഞാൻ മുമ്പ് കേൾപ്പിച്ചു. ഇവർക്ക് എന്താ വിഷയം? എന്ത് കളവ്? എന്റെ പേരിൽ ഇവർ കളവ് വരുന്നൊരു വിഷയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ പച്ച കള്ളം പറഞ്ഞില്ലേ മൗലവി നാദാപുരത്ത് വന്നിട്ട്? എന്നിട്ട് ഞാനത് പിടിച്ചിട്ട് കേൾപ്പിച്ചില്ലേ? എന്നിട്ട് കേൾപ്പിച്ചിട്ട് ചോദ്യം ചോദിച്ചു, ഇതുവരെ പിന്നെ കാമാന്ന് മുണ്ടിയോ മൗലവി? കേട്ടിട്ടേന് പിന്നെ വന്നില്ലേ? അതിന്റെ മുമ്പും വന്നില്ലേ? ഞാൻ ചോദിച്ചില്ലേ നിങ്ങളോട്? നിങ്ങൾ ഇവിടുന്ന് പ്രസംഗിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്ത്രീകളോട് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി മറക്കണമെന്നാ പറഞ്ഞത്. അതെന്നെ പറഞ്ഞതോ? എന്നെ പറ്റി ഒരു പച്ച കള്ളം നിങ്ങളൊരു കത്രിക വെച്ചിട്ട് ഒരു ക്ലിപ്പ് കാണിച്ചു, പേരോട് എന്റെ മുൻകൈ മുറിച്ചാൽ പറഞ്ഞു. എന്നിട്ട് അത് ബാക്കി കാണിക്കാൻ ധൈര്യമുണ്ടോ, കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെച്ചെന്നോട്. അടുത്ത പ്രസംഗത്തിന് ഞാൻ ബാക്കി കേൾപ്പിച്ചും കൊടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കളവ് പറഞ്ഞിട്ടുണ്ട്, മുൻകൈയും മുഖം ഒഴിച്ചു മറക്കണോ എന്ന് റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഒന്ന് കേൾപ്പിച്ചു തരണം, കാണിച്ചു തരണം, ഏത് കിതാബിലാ ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചു മൗലവിനോട്. ശരിക്കും മനസ്സിലാക്കി വെക്കണം, 3-ാം ഖണ്ഡത്തിലാ ചോദിച്ചത്. നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ഹദീസ് കാണിച്ചോ? റസൂലുള്ളാഹിന്റെ പേര് പച്ച കള്ളം നാദാപുരത്ത് വന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിട്ട് ചോദിച്ചിട്ട് അതിനെപ്പറ്റി മിണ്ടാണ്ടൊക്കെ പോയാൽ ഇപ്പോൾ ചെയ്തത്. അവന്ന് വെച്ചു കൊടുത്താൽ എന്റെ പ്രസംഗം മൂപ്പരെ കത്രിക അടക്കമെന്ന് കാണിച്ചോ. ഇപ്പൊ മൂപ്പര് കത്രിക പണിയിൽ നിർത്തിയിരിക്കുക. ഒന്ന് വെച്ചു കൊടുത്താ. ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്ന ഈ മൗലവിക്ക് ഒരു പ്രശ്ന. മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പിടിച്ച് കാണിച്ചിട്ടില്ലേ? എന്നിട്ട് ഇപ്രാവശ്യം വന്ന് 2 ദിവസം വന്നിട്ട് പാട്ടുമാരി പോയല്ലേ മൗലവി? മറുപടി പറഞ്ഞോ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കളവ് പറഞ്ഞതാണ്. അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് അത് ഒറ്റ അക്ഷരയെ പറ്റി പറയാതെ പോയില്ലേ മൗലവി നിങ്ങൾ നാദാപുരത്തെ പാട്ടും പാടിയിട്ട്? അതൊന്ന് വെച്ചുവിട്ടവനെ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ മുഖവും മുൻകൈയും ഒഴിച്ചു മറക്കണം എന്ന് പറയുന്ന മുജാഹിദിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തു. അങ്ങനെ സ്ത്രീകൾ ആ നിലക്ക് മറച്ചു എന്നാണ് അദ്ദേഹം ദുബായിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ മൗലവിയാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടത്. മുൻകൈയും മുഖവും ഒഴിച്ചു മറക്കണം സ്ത്രീകൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത് സഹോദരന്മാരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൈയും മുഖവും ഒഴിച്ചിട്ടാണ് സ്ത്രീകൾ മറക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു എന്ന് മൗലവി പറഞ്ഞ കളവ് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു. അത് ഒരു പ്രസംഗത്തിലല്ല, ഓരോ പ്രസംഗത്തിലും ഞാനിത് അതിന് ശേഷം വിട്ട് കേൾപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഹദീസ് എവിടെ? മൗലവി ഇതുവരെ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയാം പേരോട് കളവ് പറയുന്നു എന്ന്. എന്റെ പേരിൽ കള്ളം പറയുന്നത് എത്ര വലിയ അപരാധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലല്ലേ മൗലവി കള്ളം പറഞ്ഞത്? ഇതൊന്നാണ്. രണ്ടാമത്തെ കാണിക്കുന്നു, റസൂലുള്ളാഹിന്റെ പേരിൽ മൗലവി കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞത് എന്നറിയോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ജീവിതത്തിൽ ഒരിക്കൽ പോലും മനുഷ്യരുടെ മനസ്സിലുള്ളത് എനിക്കറിയാൻ കഴിയുമെന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത് മാലയിലുണ്ട്. അത് നടക്കൂല, അങ്ങനെ സംഭവിക്കൂല. മൗലവി പറയാണ്, കാരണം അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ മനസ്സിലുള്ളത് ഞാൻ അറിയുമെന്ന് അവകാശപ്പെട്ടിട്ടില്ല. മൗലവി റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞു, ഞാനത് പിടിച്ചു, ഞാനത് കേൾപ്പിച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് റസൂലുള്ളാഹിന്റെ പേരിൽ കളവാണ് പറഞ്ഞത്. മൗലവി ഇതുവരെ എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂല് മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുമെന്ന് പറയുന്ന ബുഖാരിയിലെ ഹദീസ് എടുത്തുദ്ധരിച്ച് കേൾപ്പിച്ചു. മൗലവി പിന്നീട് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞു മൗലവി. രണ്ടാമത്തെ കളവ് എന്ന് വെച്ചു കൊടുക്കുമോനെ, അത് മനസ്സിലുള്ളത് അറിയാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല, നബിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നയാൾ പറയുന്നത് കേട്ടിട്ട് അതിന്റെ മറുപടി ഞാൻ ബുഖാരിയിലെ ഹദീസുകൾ ഉദ്ധരിച്ച് പറയാം, ഒന്ന് ശരിക്കും കേട്ടോളൂ. പുന്നാര നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുന്നവരുടെ മനസ്സകത്തിലുള്ളത് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവറി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? അവകാശപ്പെട്ടിട്ടില്ല. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. ഒരാളുടെ മനസ്സ് വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും സാധിക്കില്ല. കേട്ടില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ മുഹീദ്ദീൻ സുൽഖുറിയുള്ള കറാമത്ത് പാടാറുണ്ടല്ലോ. അത് ശിർക്കാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൗലവി നബിയെ നിസാരപ്പെടുത്തുന്നത് കണ്ടോ നിങ്ങൾ? ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല പോലും. എന്നിട്ട് അയാൾ പറഞ്ഞ എന്താണ്? അത് നബിക്കറിയാത്തത് കൊണ്ടാണ്. നാട്ടിൽ നിന്ന് മെല്ലെ അങ്ങ് ഷാർജയിലേക്ക് പോയിട്ട് മുഹീദ്ദീൻ മാലമല്ലേ മുമ്പ് ചെറുപ്പത്തിൽ മനഃപ്പാഠമാക്കിയത് അത് പാടിയിട്ട് പ്രസംഗിച്ചാൽ ബുഖാരിയിലുള്ള വിവരം അറിയാൻ കഴിയോ? മുസ്ലിമിനുള്ള കാര്യം അറിയാൻ കഴിയോ? ഈ മുസ്ലിം സഹോദരിമാർ ഇയാളെ സീഡി കേൾക്കുമ്പോ പാട്ട് കേട്ടിട്ട് അയാൾ പറഞ്ഞു ശരിയാണോ എന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ശരിക്കും ഞാൻ പറയുന്ന ഹദീസ് ഓരോന്നോരോന്നും കേട്ടോളൂ. അതിന്റെ ഹദീസ് മാത്രം ഞാൻ പ്രസംഗിച്ചാൽ ഒരു മാസം പ്രസംഗിച്ചാൽ തീരില്ല. ഇപ്പോൾ ഒരു 2-3 ഹദീസ് മാത്രമേ ഞാൻ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുള്ളൂ. കേട്ടോളൂ. സഹീഹുൽ ബുഖാരിയിലെ 418 നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സത്യം ചെയ്തു പറയാണ്. കാരണം സെലഫി വരുമെന്ന് നേരത്തെ അറിഞ്ഞ മാതിരിയുണ്ട്, ഒരു നിഷേധിക്കുന്നവൻ വരുമെന്ന് അറിഞ്ഞ മാതിരിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി സത്യം പറഞ്ഞ് സത്യമിട്ട് പറയാണ്, അല്ലാഹ് തന്നെയാണ് സത്യം. നിങ്ങളുടെ ഭക്തി എനിക്ക് അവ്യക്തമല്ല, നിങ്ങളെ മനസ്സിലുള്ള ഭക്തി എനിക്ക് അറിയാത്ത സംഗതിയല്ല, അത് ഞാൻ അറിയുന്ന സംഗതിയാണ്. നിങ്ങൾ കുനിയുമ്പോൾ റുകൂ ചെയ്യുന്നതും ഞാൻ അറിയാതെയല്ല. ഞാൻ മുന്നോട്ട് നോക്കി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങളെ റുകൂ ഞാൻ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയഖ്ഫാ അലയ്യ ഖുശൂക്കും, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി എനിക്കറിയാം, അതെനിക്ക് അവ്യക്തമല്ല, എനിക്ക് വളരെ വ്യക്തമാണ്. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി എനിക്കറിയാം എന്ന് അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ് ബുഖാരിയിലെ ഹദീസ് ഞാൻ ഉദ്ധരിച്ചു. ശേഷം ഞാൻ വേറെയും കുറെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് മാത്രം ഇവിടെ ക്ലിപ്പ് കേൾപ്പിച്ചതാണ്. അങ്ങനെ ഒരുപാട് ഹദീസ് ഞാൻ കേൾപ്പിച്ചു.
ഇയാൾ പറഞ്ഞ എന്താണ്? മനസ്സിലുള്ളത് അറിയാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ല, ഒരിക്കലും അവിടുന്ന് അവകാശപ്പെട്ടിട്ടില്ല. ബുഖാരിയിലെ ഡസൻ കണക്കിന് ഹദീസുകൾ മൂടിവെച്ചിട്ട് മൗലവി റസൂലുള്ളാഹിക്ക് വിവരമില്ലെന്ന് വരുത്തി തീർക്കാൻ പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞതാണത്. അത് ഞാൻ ചോദ്യം ചെയ്തിട്ട് അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്നോ ഇല്ലെന്നോ, പേരോട് അർത്ഥം പറഞ്ഞ് തെറ്റാണെന്നോ ശരിയാണെന്നോ അതിലേക്കൊന്നും കടക്കാതെ മൗലവിയതാ സിറാജ് ദിനപത്രത്തിൽ പെണ്ണുങ്ങളെ ഫോട്ടം വന്നിരിക്കുന്നു എന്നാ പിന്നെ അതിന് മറുപടി. അതുകൊണ്ട് ഈ ഹദീസിന് മറുപടിയാവും. റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞതാണ് ഞാൻ എടുത്തുദ്ധരിച്ചത് മൗലവി. അതിന് ഞാൻ തെളിവാണ് ബുഖാരിന്നാ ഉദ്ധരിച്ചത്. അതിനെപ്പറ്റി മൗലവി ഒന്നും മിണ്ടിയില്ല. മൗലവിയെ കൊണ്ടുവരുന്ന മുജാഹിദുകൾ ചിന്തിക്കണം. ഇനിയും ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നു, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് 3. മൗലവിയുടെ നബിതങ്ങളെ പേരിലുള്ള കളവ് 3. അതെന്താ? മൗലവി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ കേസ് പറയാൻ വേണ്ടി അന്യായക്കാരും പ്രതികളും വരും. അങ്ങനെ പ്രതികളും അന്യായക്കാരും വന്നാൽ റസൂലുള്ളാഹി പറയും, എന്ത്, ഇതിന്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയാൻ കഴിയൂല, അതുകൊണ്ട് ഞാൻ വിധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പോകാൻ പറ്റൂല, നിങ്ങൾ ശരിയായ നിലക്ക് ഹക്കുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന നിലക്ക് അദ്ദേഹം അത് വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്കറിയാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നോ എനിക്ക് സത്യാവസ്ഥ അറിയാൻ കഴിയില്ല? അങ്ങനെ ഒരു വാചകം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടേ ഇല്ല. പറയാത്ത വാചകം റസൂലുള്ളാഹിന്റെ മേൽ വെച്ച് കിട്ടുകയാണ്. അത് ഞാൻ അതിനെ ഖണ്ഡിക്കുന്നതും അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഖണ്ഡിച്ചുകൊണ്ട് അത് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞാണ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ശുദ്ധമായ കളവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് അതിനെ അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞതായി ആ ഹദീസിൽ ഇല്ലേ ഇല്ല. അത് നബിയുടെ പേര് കളവ് പറഞ്ഞതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ കേസുമായി വരുന്ന വാദിയും പ്രതിയുമൊക്കെ തർക്കിക്കുകയാണ്, വാദിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ വാചാലത കൊണ്ട് കാര്യം സമർത്ഥിക്കുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ഞാനും ഒരു മനുഷ്യനാണ്. ഇന്നമാന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ വാക്ചാതുരിയുള്ള വാക്സാമർത്ഥ്യമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ അവന് അനുകൂലമായി വിധിച്ചേക്കും. എനിക്കതിനല്ലേ കഴിയൂ. കള്ളമാണ് പറഞ്ഞത്. എനിക്കതിനല്ലേ കഴിയൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ആ ഹദീസിൽ പറഞ്ഞിട്ടേ ഇല്ല. അത് പച്ചക്കള്ളം. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കതിനല്ലേ കഴിയൂന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ബുഖാരിയിൽ ഇല്ല, ഒരു ഹദീസിന്റെ കിതാബിലും ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ശുദ്ധമായ കളവ് പറഞ്ഞതാണ്. ഇത് ഞാൻ എടുത്തുദ്ധരിച്ച് പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ അല്ല അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് ബുഖാരിയിലുണ്ടെന്നോ മറ്റ് ഹദീസിന്റെ കിതാബിലുണ്ടെന്നോ മൗലവി ഇന്ന് വരെ എടുത്തു പറഞ്ഞില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവിങ്ങനെ പറയാണ് മൗലവി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്ന യഹൂദികളെ കടത്തി വെട്ടിയ വർഗമാണ് ഈ മൗലവിമാർ. അള്ളാഹ് പറഞ്ഞില്ലേ, فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم. ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി പടച്ചവന്റെ മേൽ അള്ളാന്റെ മേൽ കള്ളം കെട്ടി പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് നബിയേ? ചോദിക്കട്ടെ മൗലവിമാരെ, അള്ള മലക്കുകൾ ഇറക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറം തകർത്താൽ, സർവ്വജാറവും തകർത്താൽ സഹായിക്കാൻ അള്ള മലക്കുകൾ ഇറക്കുമെന്ന് ഉമർ മൗലവി പറഞ്ഞില്ലേ? ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാറങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് കുറച്ചുപേരെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളാക്കും.
ചോദിക്കട്ടെ, ഉമർ മൗലവിക്ക് വഹിയിറങ്ങുന്നുണ്ടോ? അള്ള മലക്കിനെ ഇറക്കുമെന്ന് അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞില്ലേ മൗലവി? ശ്വാസം മുട്ടിക്കൊണ്ട് അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ? അള്ള അങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഖുർആനിൽ ആയത്തുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ടോ? വല്ല മഹാന്മാരും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഫത്വ കൊടുക്കാൻ, അള്ള മലക്കുകളെ ഇറക്കുമെന്ന് പറയാൻ ഓ ഉമർ മൗലവി, ഈ ഉമർ മൗലവിക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന സലാഹി, ഉമർ മൗലവിക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന സലഫി, ഉമർ മൗലവിക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന സർവ്വ മൗലവിമാരോട് ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ ഈ ഉമർ മൗലവിയേക്കാൾ വലിയ അക്രമി ദുനിയാവിലാണ്? അള്ള ചോദിക്കുന്നത് കണ്ടോ? ഫമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ലിയുദില്ല الناس ബിഗൈരി ഇൽം. മറ്റൊരായത്തിൽ അള്ള പറയുന്നത് കണ്ടോ? ഉൻദുർ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ വകഫാ ബിഹി ഇസ്മൻ മുബീനാ. അല്ലാഹുവിന്റെ മേൽ ശുദ്ധ നുണ പറയുന്നത് കണ്ടില്ലേ നബിയേ? യഹൂദികളെ കടത്തിവെട്ടിയ കക്ഷികൾ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി, സിബ്റൻ ബിസിബ്റിൻ, ചാണിന് ചാണായി യഹൂദികളെ നിങ്ങൾ പിന്തുടരുമെന്ന് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ മൗലവിമാരെ അല്ലാഹുവിന്റെ റസൂൽ? അതിവിടെ പുലർന്ന് കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി ചിലപ്പം ഭയങ്കര വെല്ലുവിളിക്കും. ഇവിടെ വന്നിട്ട് ഒരിക്കലും ഒരൊറ്റ വെല്ലുവിളി ഫൈൻ സിബിരലക്കും എന്ന് ഖുർആനിൽ കാണിച്ചു തന്നാ ചെരിപ്പെടുക്കൂന്ന്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു ഫൈൻ സിബിരലക്കും.